പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കക്ഷി ചേരും. ഇതിനുള്ള തെളിവ് ശേഖരണം തുടങ്ങി. കയ്യിന്ന് പോയടാ ചാർലി. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ആക്രമണത്തിൽ CPM നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാണ് EDയുടെ ആവശ്യം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ കൂടി അറിവോടെയാണെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ED പറയുന്നു. വല്ലാത്ത ചതിയായി പോയി. യൂട്യൂബ് നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇവരൊന്നും ഒരിക്കലും ഈ രാജ്യം വിട്ട് പോകാൻ പോകുന്നവരല്ലല്ലോ, നമുക്കറിയാവുന്ന ആൾക്കാരല്ലേ. ഈ തിരുവായ് വഴി മുദ്രപത്രത്തിൽ എഴുതി തരാമോ? ഇനി ഞങ്ങളുടെ പ്രവർത്തകരാണോ വേറെ വല്ലവരും ആണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമായിരിക്കണമെന്നില്ലല്ലോ. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റീഫ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് ആയിക്കൂടെ? ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി. ഇപ്പൊ ഉറപ്പായി. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നേതാവല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ നിന്ന് അദ്ദേഹം കുതിച്ചുയർന്നില്ലേ? എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഒരു ബലത്തിന് ഞാൻ കേട്ടി പറഞ്ഞതാ. സിമ്പതി. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു മനുഷ്യനെ 9 മണിക്കൂർ നേരം മൂത്രമൊഴിക്കാൻ പോലും പുറത്തുവിടാതെ. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. കുരുമുളക അല്ല, ഉപ്പിന്റെ അസുഖമുണ്ടേ. അദ്ദേഹത്തിനെ തടവിൽ പാർപ്പിച്ച് വീട്ടിലകിൽ പാർപ്പിച്ച് ആക്ഷേപിച്ച് ഒന്ന് പോയി തരത്തി പോയി കളിക്കണ. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺ സെൻസ്. ഏത് പോലീസ്? കേരള പോലീസ്. ഇവിടെ ഇരിക്കുന്ന സഹകളെ കണ്ടില്ലേ? പോലീസ് ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ട് കയറട്ടെ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ കൊണ്ട് നിൽക്കുന്നത്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ?